ഒന്ന് ചോദിക്കട്ടെ, നീ ഇത്രയും നല്ലവളായതുകൊണ്ടാണോ എല്ലാവരും നിന്നെ വേദനിപ്പിച്ചത്? എല്ലാം സഹിച്ചാൽ ശക്തിയാണെന്ന് നിനക്ക് ആരാണ് പഠിപ്പിച്ചത്? മിണ്ടാതിരുന്നാൽ സമാധാനം കിട്ടുമെന്നോ? പക്ഷേ സത്യമെന്താണെന്നാൽ, നീ മിണ്ടാതിരുന്നപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. നീ കരഞ്ഞപ്പോൾ അവർക്ക് സൗകര്യം കിട്ടി. ഇന്ന് കേൾക്കൂ, ഇത് നിന്നെ മാറ്റാനുള്ള വാക്കുകളാണ്, തകർക്കാനല്ല, ഉണർത്താൻ. ഇത് നിന്നെ കുറ്റപ്പെടുത്താനുള്ള വാക്കുകളല്ല, ഇത് നിന്നെ സ്നേഹത്തോടെ കുലുക്കാനുള്ള വാക്കുകളാണ്. കാരണം നീ ഒരുപാട് നാളായി എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിന്റെ സന്തോഷം നീ മറന്നുപോയി. എല്ലാവർക്കും സമയം കൊടുത്തു, പക്ഷെ നിന്നോട് മാത്രം നീ സമയം കൊടുത്തില്ല. നീ നല്ലവളാണ്, അതെ, അത്രയും നല്ലവളാണ്. പക്ഷെ ചിലപ്പോൾ ആ നന്മ തന്നെയാണ് നിന്നെ വേദനിപ്പിച്ചത്. നീ മിണ്ടാതിരുന്നപ്പോൾ അവരെല്ലാം കരുതി ഇവൾക്ക് പ്രശ്നമില്ല എന്ന്. പക്ഷെ നിന്റെ ഹൃദയം ഒരുപാട് തവണ കരഞ്ഞിരുന്നു. നീ എല്ലാം സഹിച്ചു, കാരണം നീ സ്നേഹിച്ചു. നീ എല്ലാം വിട്ടുകൊടുത്തു, കാരണം നീ കരുണയുള്ളവളാണ്. പക്ഷെ കേൾക്കൂ, സ്നേഹത്തിനും ഒരു പരിധിയുണ്ട്, സഹനത്തിനും ഒരതിരുണ്ട്. അത് കടന്നാൽ അത് ശക്തിയല്ല, നിന്റെ നാശമാണ്. നീ സോഫ്റ്റായിരിക്കുക തെറ്റല്ല, പക്ഷേ സോഫ്റ്റായതുകൊണ്ട് അടിമയായി ജീവിക്കരുത്. നിന്റെ നിശബ്ദത എല്ലാവരും സമ്മതമായി എടുത്തു. നോ എന്നു പറയാൻ നീ പേടിച്ചു, കാരണം അവർക്ക് ദുഃഖമാകുമോ എന്ന ചിന്ത. പക്ഷെ ആരെങ്കിലും ഒരിക്കൽ പോലും നിനക്ക് ദുഃഖമാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നീ എല്ലാവരെയും രക്ഷിക്കാൻ ജനിച്ചിട്ടില്ല. നീ എല്ലാം ശരിയാക്കാൻ ബാധ്യതയുള്ളവളല്ല. നിനക്കും വേദനയുണ്ടാകും, നിനക്കും തളർച്ചയുണ്ടാകും, നിനക്ക് കരയാനുള്ള അവകാശമുണ്ട്. ശക്തമായ സ്ത്രീ എപ്പോഴും കഠിനഹൃദയമുള്ളവളല്ല. ശക്തമായ സ്ത്രീ സ്വയം ആദരിക്കുന്നവളാണ്. അവൾക്ക് അതിരുകളുണ്ട്, അവൾ അത് കാത്തുസൂക്ഷിക്കും. അവളെല്ലാം വിട്ടുകൊടുക്കില്ല. നിന്നെ വേദനിപ്പിക്കുന്നവരെ ന്യായീകരിക്കുന്നത് നിർത്തൂ. അവൻ മാറും, അവർ മാറും എന്ന പ്രതീക്ഷയിൽ നീ തകർന്നു പോകരുത്. നീ മാറേണ്ടത് അവർക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ്. നിന്റെ വളർച്ച ആരെങ്കിലും അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. നിന്റെ ശക്തി കുറച്ചു കാണാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് നീ മാറി നിൽക്കൂ. നീ ഒരു ഓപ്ഷനല്ല, നീ ഒരു പ്രാധാന്യമാണ്. രണ്ടാമനായി ജീവിക്കുന്നത് ഇനി മതി. നിന്റെ ആത്മാഭിമാനം നെഗോഷ്യബിളല്ല. നിന്റെ സ്വപ്നങ്ങൾ ചെറുതാക്കാൻ ആർക്കും അവകാശമില്ല. സോഫ്റ്റ് വുമണായി നിൽക്കുന്നത് നിർത്തൂ. സ്ട്രോങ് വുമണായി മാറൂ. അതിന് ശബ്ദമുയർത്തണമെന്നില്ല, അതിന് കലഹം വേണമെന്നില്ല. ഉറച്ച മനസ്സ് മതി. ഇന്ന് നീ തീരുമാനിക്കൂ, ഇനി ഞാൻ എല്ലാം സഹിക്കില്ല. ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല. ഇനി ഞാൻ എന്നെ മറക്കില്ല. ഞാൻ സ്നേഹിക്കും, പക്ഷേ സ്വയം നഷ്ടപ്പെടുത്തില്ല. ഞാൻ സഹായിക്കും, പക്ഷേ ചൂഷണം അനുവദിക്കില്ല. ഞാൻ കരയാം, പക്ഷേ തകർന്നു നിൽക്കില്ല. ഞാൻ സോഫ്റ്റായിരിക്കും, പക്ഷേ ബലഹീനയാകില്ല. കാരണം ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീ എന്നത് ദൗർബല്യമല്ല. സ്ത്രീ എന്നത് ശക്തിയുടെ മറ്റൊരു പേരാണ്. ഇന്നു മുതൽ ഓർക്കൂ, സ്റ്റോപ്പ് ബീയിങ് എ സോഫ്റ്റ് വുമൻ, ബി എ സ്ട്രോങ് വുമൻ.